ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രിയിൽ അമ്പാട്ട് വീട്ടിൽ എല്ലാവരും കൂടി ചേർന്ന് JKക്ക് വാടക വീട് കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അർച്ചനയോട് എല്ലാവരുമായി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ആ പുതിയ വാടകക്കാരനെ അറിയോ? ചേച്ചിക്ക് മുൻ പരിചയമുണ്ടെന്നാണല്ലോ പാപ്പച്ചൻ പറഞ്ഞത്. ചേച്ചിക്ക് എങ്ങനെയാണ് പരിചയമെന്നൊക്കെ മാറി മാറി എല്ലാവരും അർച്ചനയോട് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ അവിടെ പോയിരുന്നു, കണ്ടപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായി എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കടന്നപ്പോൾ ആ CCTV ഫുട്ടേജിൽ ഇയാളും ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിക്ക് ഇയാളെ അറിയാം, അയാളൊരു മദ്യപാനിയാണെന്നൊക്കെ മുകുന്ദൻ അങ്ങനെ പറയുന്നുണ്ട്. അനന്തനപ്പ പറയുന്നുണ്ട്, അത് മാത്രമല്ല അന്ന് മുകുന്ദനും അച്ചും റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ ഇയാളാണ് ഇവരെ വന്ന് ഒത്തുതീർപ്പാക്കിയതെന്നും പറയുന്നുണ്ട്. അർച്ചനപ്പ അവരോട് പറയാണ്, നിങ്ങൾക്ക് ഈ കാരണം മാത്രമല്ലേ അയാളെ കുറിച്ച് അറിയൂ? അയാളെ കുറിച്ച് ആരെന്തൊക്കെ നന്നായി പറഞ്ഞാലും എനിക്ക് അയാളെ കുറിച്ച് വ്യക്തമായി അറിയാമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ അനന്തൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? അയാൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന തീർത്ത് പറയുന്നുണ്ട്, അയാൾക്ക് എന്തായാലും വീട് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, അയാൾക്ക് മദ്യപാന ശീലം ഉള്ളതുകൊണ്ടാണോ ചേച്ചി വീട് കൊടുക്കാൻ മടിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ആരാണ് മദ്യപിക്കാത്തത് ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അയാൾ മദ്യപിക്കോ ഇല്ലയോ അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ അയാൾക്ക് എന്തായാലും വീട് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാം കരുതുന്നത് പോലെ എനിക്ക് അയാളെ കൂടുതൽ പരിചയമൊന്നുമില്ല. അയാൾ ഒരു കേസുമായിട്ട് എൻ്റെ ഓഫീസിൽ വന്നിരുന്നു, അത് നടക്കാതെ പോയി. അതിനുശേഷം മുകുന്ദന്റെ കേസിൽ അയാളെ സാക്ഷിയാക്കാൻ ദീപ്തി ശ്രമിച്ചിരുന്നു. അത് മുകുന്ദനും അറിയുന്ന കാര്യമല്ലേ, പക്ഷെ സാക്ഷിയാക്കാൻ പറ്റിയ ഒരാളല്ല അദ്ദേഹം. അയാളൊരു മുഴുകുടിയനാണ്, സകല സ്വഭാവ ദൂഷ്യങ്ങളും അയാൾക്കുണ്ട്. അയാളെ പോലെ ഒരാള് ഇവിടെ വന്ന് താമസിച്ചാൽ അത് നമുക്കായിരിക്കും ശല്യം. ഉള്ളുകുടിച്ചു കൂത്താടി ബഹളം ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഈ വീട് കൊടുത്താൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് മേനോൻ സാർ അറിഞ്ഞാൽ നമ്മളെ എന്ത് സമാധാനം പറയും? ഇത്രക്കാർക്ക് വീട് കൊടുക്കണോ? നിങ്ങൾ തന്നെ പറ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പാപ്പച്ചൻ ചേട്ടൻ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് അയാളെ കുറിച്ച് പറഞ്ഞത്? അയാൾക്ക് കമ്മീഷൻ കിട്ടുന്ന കാര്യമല്ലേ, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞത്. എന്തായാലും ഇങ്ങനെയുള്ള കുടിയന്മാർക്ക് ഒരിക്കലും വീട് കൊടുക്കരുത്. ഒക്കെ സമയത്ത് തന്നെ ചേച്ചി ഇവിടെ വന്നത് നന്നായി എന്നൊക്കെ എല്ലാവരും മാറി മാറി അങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അർച്ചന അനന്തനോട് പറയുന്നുണ്ട്, അനന്ത നീ ഇപ്പൊ തന്നെ പാപ്പച്ചനെ വിളിച്ച് ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്ക്, വേണ്ടി ഇനി പാപ്പച്ചൻ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അകത്തേക്ക് പോവുകയാണ്. കൂടെ തന്നെ എല്ലാവരും റൂമിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അനന്തനാണെങ്കിൽ വേഗം ഫോൺ എടുത്ത് സുമേഷിനെ വിളിക്കുകയാണ്. എന്നിട്ട് അനന്തൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആ വീട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സാറിന് വീട് ഇഷ്ടമായി എന്നറിയാം, പക്ഷെ അയാൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ വീട് വാടകയ്ക്ക് കൊടുക്കണമെന്നില്ലല്ലോ. അങ്ങനൊരു മോശപ്പെട്ട ആളെയാണോ വാടകയ്ക്ക് കൊണ്ടുവന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ അയാൾ അത്ര നല്ല ആളൊന്നുമല്ല, എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളുള്ള ഒരു മുഴുകുടിയനാണ് അയാളെന്ന് അനന്തൻ അങ്ങനെ പറയുമ്പോൾ സുമേഷ് ചോദിക്കുന്നുണ്ട്, അനാവശ്യങ്ങളെല്ലാം അനന്തനോട് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അനന്തനപ്പ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചേച്ചിയാണ് പറഞ്ഞത്, ചേച്ചിക്ക് അയാളെ നല്ലപോലെ അറിയാം, അയാൾക്ക് കുടിച്ചു കൂത്താടാനൊന്നും ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല സുമേഷ് എന്ന് അനന്തൻ അങ്ങനെ പറയുമ്പോൾ സുമേഷ് പറയുന്നുണ്ട്, അനന്ത നിങ്ങളുടെ ചേച്ചിയെ ആരോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങളാരും കരുതുന്നത് പോലെ അയാൾ ഒരു ബിസിനസ്സുകാരനല്ല, ഇതിനു മേലെയാണ് അദ്ദേഹം. അയാളെ കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും എന്നങ്ങനെ സുമേഷ് പറയുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, അറിഞ്ഞിടത്തോളം മതിയായി, ഇനി യഥാർത്ഥ കാരണങ്ങൾ കൂടി പറയണ്ട, പറയാനുള്ള ക്ഷമയും എനിക്കില്ല. അയാളെ പറ്റി എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് കൃത്യമായി അറിയാം, ചേച്ചിയുടെ അഭിപ്രായത്തിനപ്പുറം ഞങ്ങൾക്ക് വേറൊരു അഭിപ്രായമില്ല എന്ന് അനന്തൻ പറയുമ്പോൾ സുമേഷ് പറയുന്നുണ്ട്, അനന്ത നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്, അയാള് അങ്ങനെ ഒരാളല്ലെന്ന് പറയുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, സോറി ചേച്ചിക്ക് അയാളെ കുറിച്ച് എല്ലാം മനസ്സിലായിട്ടുണ്ട്, അയാളെ കുറിച്ചുള്ള ചേച്ചിയുടെ അഭിപ്രായത്തെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അയാള് ഒരുപാട് കേസിൽ പ്രതിയാണെന്ന് തോന്നുന്നു. ചേച്ചിയുടെ ഓഫീസിൽ തന്നെ അയാളെ കേസുമായി ചെന്നിട്ടുണ്ട്. ചേച്ചി അയാളുടെ കേസ് ഏറ്റെടുത്തില്ല, അയാളുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ് ചേച്ചി ആ കേസ് ഏറ്റെടുക്കാതിരുന്നത് എന്ന് അനന്തൻ പറയുമ്പോൾ സുമേഷ് ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടിത്തരിക്കുകയാണ്. അല്ല നിങ്ങളുടെ ചേച്ചി ആരാ? എനിക്ക് നിങ്ങളുടെ ചേച്ചിയെ മനസ്സിലായില്ല, ചേച്ചിയുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് അർച്ചന ദേവിയാണ് എന്റെ ചേച്ചി എന്ന് അനന്തൻ പറയുമ്പോൾ സുമേഷ് ചോദിക്കുന്നുണ്ട്, അർച്ചന അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ് അർച്ചന ദേവിയാണോ നിങ്ങളുടെ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് എന്റെ ചേച്ചി. എന്തായാലും അയാൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ അവരെ അറിയിച്ചേക്ക് എന്ന് പറഞ്ഞ് അനന്തൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഫോൺ കട്ട് ചെയ്തതിനു ശേഷം സുമേഷ് ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പണിയായല്ലോ ഇതിപ്പോ. ഈ അർച്ചന ദേവി അഡ്വക്കേറ്റ് ദീപ്തിയുടെ ഫ്രണ്ട് അല്ലേ? ഇവരല്ലേ ഇടയ്ക്കിടയ്ക്ക് JK സാറിനെ അന്വേഷിച്ചിട്ട് ആ ഹോട്ടലിലേക്ക് വന്നത് എന്നെല്ലാം മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ്. പിറ്റേ ദിവസം JK കാണാനായി ആ റിസോർട്ടിലേക്ക്
സുമേഷ് വരികയാണ്. സുമേഷിനെ കാണുന്നതും JK ചോദിക്കുന്നുണ്ട് ആ വീടിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സുമേഷ് പറയുന്നുണ്ട് ആ വീട് വാടകയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, ഇത് നടക്കില്ല സാറേ. സാറിനെ കാണാൻ വന്ന ബ്രദേഴ്സിന്റെ ചേച്ചി ആ വീട് വാടകയ്ക്ക് തരാൻ സമ്മതിക്കുന്നില്ല. ആ സ്ത്രീ സാറിന് വീട് വാടകയ്ക്ക് തരുന്നില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് സാറിന് അറിയോ? സാറിന് അവരെ മുന്നേ അറിയോ? സാറും ആ അർച്ചന ദേവിയും തമ്മിൽ എന്തെങ്കിലും മുൻപരിചയമുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള പരിചയം എന്തു തന്നെയാണെങ്കിലും അത് നല്ലൊരു പരിചയമല്ലെന്ന് എനിക്കറിയാം. സാറിന്റെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും അഡ്വക്കേറ്റ് അർച്ചനയ്ക്ക് അറിയാമല്ലോ. സാറ് അവരുടെ അടുത്ത് കേസുമായിട്ട് ചെന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട് അവരൊരു വക്കീലല്ലേ, വക്കീലാവുമ്പോ പോയി കക്ഷികള് കേസിനെ കുറിച്ച് സംസാരിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ്. സാറിനൊരു കാര്യം അറിയോ? ആ വക്കീല് ഒരുപാട് തവണ സാറിനെ അന്വേഷിച്ചിട്ട് ആ ഹോട്ടലിലേക്ക് വന്നിരുന്നു. വക്കീലും കക്ഷിയുമാണെങ്കിൽ സാറിന്റെ പേരെങ്കിലും അവർ ഓർക്കണ്ടേ? സാറിനെ കണ്ടാൽ അറിയാമെന്ന് അല്ലാതെ മറ്റൊന്നും അവർക്കറിയില്ല. സാറിന്റെ ഹാബിറ്റ്സ് ഒക്കെ അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷെ ഞാനായിട്ട് അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സാറിനെ കുറിച്ച് ഇത്ര കൃത്യമായിട്ട് അവർക്ക് അറിയുന്നത്? സാറൊരു മോശപ്പെട്ട ആളാണെന്നാണ് അർച്ചന വക്കീല് കരുതിയിരിക്കുന്നത് എന്നങ്ങനെ സുമേഷ് പറയുമ്പോൾ JK പറയുന്നുണ്ട് അവരെനിക്ക് ഈ വീട് വാടകയ്ക്ക് തന്നില്ലെന്ന് കരുതി എനിക്ക് തലചായ്ക്കാൻ ഇടമൊന്നും ഇല്ലാതാവില്ലല്ലോ എന്ന് JK പറയുമ്പോൾ സുമേഷ് പറയുന്നുണ്ട് എങ്കിലും സാറിനെ കുറിച്ച് മോശമായി അവര് പറയുന്നത് കേട്ട് സാറ് ആരാണെന്ന് എനിക്ക് അവരോട് പറയാൻ തോന്നി. സാറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് വിഷമമായി. ഇത്രയും പ്രശസ്തനായ ഒരാളെ കുറിച്ചല്ലേ അവരങ്ങനെ പറഞ്ഞത്. എനിക്ക് യഥാർത്ഥത്തിൽ സാർ ആരാണെന്ന് അവരോട് വിളിച്ചു പറയണമെന്ന് തോന്നി. ഞാൻ അവരോട് സാർ ആരാണെന്ന് പറയട്ടെ എന്ന് സുമേഷ് അങ്ങനെ ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട് വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ ആരാണെന്ന് പറഞ്ഞാലും എന്നെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ അവർക്ക് മാറ്റൊന്നും വരാൻ പോകുന്നില്ല. ഓരോരുത്തരെ മനസ്സിലാക്കുന്ന രീതി വെച്ച് നമുക്കൊന്നും അവരെ തിരുത്താനായി കഴിയില്ലല്ലോ. എന്നെ പറ്റി എന്തെങ്കിലും കരുതട്ടെ, എനിക്കൊന്നുമില്ലെന്ന് JK പറയുമ്പോൾ സുമേഷ് പറയുന്നുണ്ട് എന്തായാലും സാറിന് ആ വീട് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ JK പറയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട താമസ സ്ഥലമായിരുന്നു അത്, ഇപ്പോ ഇങ്ങനെയുമായി. അല്ല ഇനിയിപ്പോ നേരിട്ട് അർച്ചന ദേവിയെ കണ്ട എന്തെങ്കിലും നടക്കുമോ? ആ വീട് വാടകയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് JK ചോദിക്കുമ്പോൾ സുമേഷ് പറയുന്നുണ്ട് സാറിനെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായമുള്ള സ്ഥിതിക്ക് കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്ന് സുമേഷ് അങ്ങനെ പറയാണ്. പിന്നീട് അർച്ചനയും ദീപ്തിയും കൂടി ഓഫീസിൽ നിന്ന് കോഫി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. 2 കോഫി ഓർഡർ ചെയ്തുകൊണ്ട് അവര് JK കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. JK വാടകയ്ക്ക് വീട് അന്വേഷിച്ച് വന്ന കാര്യങ്ങളെല്ലാം അർച്ചന ദീപ്തിയോട് പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ തക്ക സമയത്ത് അവിടെ പോയതുകൊണ്ട് എനിക്ക് അയാളെ കാണാനായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോ തലയിലായേനെ അത് ഒഴിഞ്ഞു പോകുമെന്ന് തോന്നിയ ബാധയാണ് ഇപ്പോ ഒഴിയാബാധയായിരിക്കുന്നത്. അയാളിപ്പോ എനിക്കൊരു ശല്യമായിരിക്കുകയാണെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട് നീ ടെൻഷൻ ആവണ്ട, അയാൾക്ക് നിങ്ങൾ വീട് കൊടുക്കാതിരുന്നാ പോരെ, പ്രശ്നം തീർന്നല്ലോ, അയാള് മറ്റെവിടെങ്കിലും വീട് നോക്കട്ടെ. ഇപ്പൊ കരിമലക്കുടിയിലെ കാര്യങ്ങളെല്ലാം അയാള് അനന്തനോടോ മുകുന്ദനോടോ പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് ദീപ്തി അങ്ങനെ ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട് ഇതുവരെയും അയാൾ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അനിയന്മാരെ എന്നോട് അത് ചോദിക്കാതിരിക്കില്ലല്ലോ. അയാൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്ന് അറിയുന്നില്ല. ആദ്യം കരിമലക്കുടിയിൽ വെച്ച്, പിന്നെ ഹോട്ടലിൽ വെച്ച്, ഇപ്പിതാ എന്റെ വീട് വരെ എത്തി. ഇതിൽ നിന്നെല്ലാം എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? അയാൾക്ക് എന്തോ ഒരു ദുരുദ്ദേശമുണ്ടെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട് അയാൾക്ക് ഇനിയിപ്പോ എന്തൊക്കെ ദുരുദ്ദേശമുണ്ടെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അയാളുടെ മനസ്സിൽ നിന്ന് പുറത്തു വരാതിരിക്കില്ലല്ലോ, നമുക്കത് അപ്പൊ കാണാം. നീ എന്തായാലും ധൈര്യമായിട്ട് ഇരിക്കുകയെന്ന് ദീപ്തി അങ്ങനെ അർച്ചനയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും വെയിറ്റർ അങ്ങോട്ടേക്ക് അവർക്കുള്ള കോഫിയുമായിട്ട് വരുന്നുണ്ട്. കോഫി കുടിച്ചുകൊണ്ട് ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട് നമുക്ക് അയാളെ ഒന്ന് വിരട്ടി നോക്കിയാലോ, നിന്റെ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാലോ. നമ്മൾ വക്കീലന്മാരായതുകൊണ്ട് കേസിൽ കുടുങ്ങി അയാൾ അകത്തു പോകുമെന്നുള്ള പേടി അയാൾക്കുണ്ടാവണം. അതോടെ അയാൾ എല്ലാം തുറന്ന് സമ്മതിക്കുമെന്ന് ദീപ്തി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് വേണ്ട ദീപ്തി, ഈയും അതിന്റെ പിന്നാലെ പോവണ്ട എന്ന് അർച്ചന അങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് ദീപ്തിയുടെ ഫോണിലേക്ക് വസു വിളിക്കുന്നത്. വസു എന്നിട്ട് ദീപ്തിയോട് പറയുന്നുണ്ട് ദീപ്തി നമ്മുടെ മറ്റേ കക്ഷിയില്ലേ അയാൾ വീണ്ടും വന്നിട്ടുണ്ട്. അർച്ചന മേഡം വക്കാലത്ത് റിജക്ട് ചെയ്ത കക്ഷിയില്ലേ ആ മുഴുകുടിയൻ, അയാളാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് വന്നതെന്നറിയില്ല. അർച്ചന മേഡത്തെ വീണ്ടും ആ കേസ് ഏൽപ്പിക്കാനാണെന്ന് തോന്നുന്നു. അർച്ചന മേഡത്തെ കാണണമെന്ന് പറഞ്ഞു ഓഫീസിൽ കയറിയിരിക്കുകയാണ്. ഞാൻ എന്താണ് പറയേണ്ടതെന്ന് വസു ദീപ്തിയോട് ചോദിക്കുകയാണ്. ദീപ്തി ഇപ്പൊ പറയുന്നുണ്ട് വസു നീ ഇപ്പൊ ഒന്നും പറയണ്ട, ഞങ്ങൾ എന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ദീപ്തി ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് വസു പറഞ്ഞ കാര്യങ്ങളെല്ലാം ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട് നീ അയാളെ കുറിച്ച് എന്തെങ്കിലും വസുവിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട് കരിമലക്കുടിയിലെ ഒരു സംഭവങ്ങളും ഞാൻ വസുവിനോട് പറഞ്ഞിട്ടില്ല, അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട് അയാൾ എന്തിനാണ് വീണ്ടും എന്നെ കാണാൻ വന്നത്? ഞാൻ അയാളുടെ കേസ് ഏറ്റെടുക്കുന്നില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ
പിന്നെ എന്തിനാണ് അയാൾ എന്നെ കാണുന്നത് എന്നൊക്കെ അർച്ചന അങ്ങനെ ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, കേസിന്റെ ആവശ്യത്തിനല്ല അയാൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അയാള് വാടക വീടിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും വന്നതെന്ന് ദീപ്തി അങ്ങനെ പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, അയാളുടെ ഒരു വീട് ഞാൻ അയാൾക്ക് വീട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അർച്ചനയും ദീപ്തിയും കൂടി ഓഫീസിലേക്ക് പോവുകയാണ്. അർച്ചന അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ജെകെ ആണെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അർച്ചന അപ്പോ ജെകെയോട് ദേഷ്യപ്പെടുന്നുണ്ട്, താൻ എന്താടോ ചെയ്യുന്നത്? നിങ്ങൾക്കൊരു മര്യാദയില്ലേ ഒരു ഓഫീസിലേക്ക് കയറി വന്നത് അവിടെ പുകവലിക്കുന്നത്? മര്യാദ കേടാണെന്ന് സാമാന്യ ബോധം പോലും നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജെകെ പറയുന്നുണ്ട്, ഹോ സോറി, ഞാനത് ഓർത്തില്ല. ഞാൻ സിഗരറ്റ് വലിച്ചാൽ നിങ്ങളുടെ ലങ്സിനാണല്ലോ പ്രശ്നമെന്ന് ജെകെ അങ്ങനെ അർച്ചനയോട് പറയാണ്. അർച്ചന അപ്പോൾ അന്ന് കരിമലക്കുടിയിലുണ്ടായ സംഭവങ്ങളെല്ലാം ഓർക്കുകയാണ്. ദീപ്തി അപ്പോ ജെകെയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കേസിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പോ വന്നത് ഈ ഭവതിയെ നേരിട്ട് കാണാനാണ്. വീട് എനിക്ക് വാടകയ്ക്ക് തരുന്നില്ലെന്ന് ഭവതി തീരുമാനിക്കാൻ കാരണം എന്താണ്? എനിക്ക് വീട് തരുന്നില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം എനിക്കറിയണം എന്ന് ജെകെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീട് നിങ്ങൾക്ക് തരില്ലെന്ന് ഉറപ്പിച്ചത്. വീട് ആർക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഞാനും എന്റെ സഹോദരങ്ങളുമാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും തരണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു, അത്ര തന്നെ. അതിനുവേണ്ടിയാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നതെങ്കിൽ നടക്കില്ല, നിങ്ങൾക്ക് തിരിച്ചു പോവാമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി ജെകെയോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ എത്രങ്ങാനും വാടക വീടുകളുണ്ട്, നിങ്ങൾക്ക് വേറെ വീട് ശ്രമിച്ചൂടെ? മേനോൻ സാറിന്റെ വീട് തന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേണമെന്ന് വാശി പിടിക്കുന്നത് എന്നങ്ങനെ ദീപ്തി ചോദിക്കുമ്പോൾ ജെകെ പറയുന്നുണ്ട്, ആ വീട് തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചില്ലല്ലോ. എനിക്ക് ആ വീട് തരാതിരിക്കാൻ മാത്രം എനിക്ക് എന്ത് മോശ സ്വഭാവമാണ് ഉള്ളതെന്ന് എനിക്കറിയണം. ബാറിൽ കയറി അടിയുണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കയറിയതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ ബ്രദറും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ലേ? നിങ്ങളുടെ 2 അനിയന്മാര് തമ്മിൽ അടിയുണ്ടാക്കിയപ്പോൾ അവിടെ ഞാനാണ് അവരെ രക്ഷിച്ചത്. ഈ ഭവതി പറ, ഞാൻ അവരെക്കാൾ മോശമാണോ? നിങ്ങൾക്ക് നല്ലൊരു തുക കിട്ടുന്ന കേസുമായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ ഈ നാട്ടിൽ കൊടികെട്ടിയ വക്കീലായതുകൊണ്ടല്ല, ഈ നിൽക്കുന്ന ഭവതിമാരെ എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. സ്ത്രീകൾ മാത്രം കഷ്ടപ്പെട്ടു നടത്തിപ്പോകുന്ന ഒരു സ്ഥാപനമല്ലേ എന്ന് കരുതിയിട്ടാണ്. സ്ത്രീകളോട് ബഹുമാനമുള്ളതുകൊണ്ടാണ്. എന്നിട്ടും എന്തിനാണ് ഒരു കാരണവുമില്ലാതെ നിങ്ങൾ എന്റെ കേസ് റിജക്ട് ചെയ്തത്? നിങ്ങൾ വീടും തരുന്നില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ തരാത്തത്? എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ ജെകെ അങ്ങനെ അർച്ചനയോട് ചോദിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജഗദീഷ് വക്കീല് എന്താണെന്നറിയാനായി വരുന്നത്. ജെകെ വീണ്ടും അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന്. അർച്ചന അപ്പോൾ ജെകെയോട് സംസാരിക്കാനായി നിൽക്കുന്നതും ദീപ്തി ജഗദീഷ് വക്കീലിനെ കണ്ട് അർച്ചനയെ വിളിക്കുന്നുണ്ട്. അർച്ചനയെ എന്ന് വിളിച്ചുകൊണ്ട് ജഗദീഷ് വക്കീലിനെ കാണിച്ചു കൊടുക്കുകയാണ്. അർച്ചന അപ്പോൾ പറയാനുള്ളതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജെകെയോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ഇപ്പൊ ഒന്നും പറയാനില്ല, നിങ്ങളൊന്ന് ഇവിടെ നിന്ന് പോയി തരുമെന്ന് ചോദിക്കുകയാണ്. ജെകെ അപ്പൊ പറയുന്നുണ്ട്, എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ കേസ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് ജെകെ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ നിന്നും പോയി തരുമോ എന്ന് ചോദിക്കുകയാണ്. ജെകെ അപ്പോ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോൾ ജഗദീഷ് വക്കീല് ജെകെയോട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ പ്രശ്നം? നമുക്ക് ഓഫീസിലിരുന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, നിങ്ങൾ ആ വിജയ് ശങ്കറിന്റെ ഓഫീസിലുള്ള വക്കീലല്ലേ? ചെകുത്താന്റെ കോട്ടയിലേക്ക് തന്നെ ഞാൻ വരണമല്ലേ, ഒന്ന് മാറി നിൽക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് ജെകെ പോവുകയാണ്. അസു അപ്പോ ജഗദീഷ് വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, ക്ഷണിക്കാത്ത ഊണിന് വക്കീൽ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അർച്ചന ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ദീപ്തിയാണെങ്കിൽ ജെകെയോടുള്ള ദേഷ്യത്തിൽ ജെകെയുടെ പിന്നാലെ തന്നെ പോവുകയാണ്. എന്നിട്ട് ജെകെയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അർച്ചനയുടെ പിന്നാലെ നടന്ന് അവളെ ശല്യം ചെയ്യുന്നത്? നിങ്ങൾ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ മേലാൽ നിങ്ങൾ അർച്ചനയുടെ പിന്നാലെ നടന്ന് അവളെ ശല്യം ചെയ്യരുത് എന്നങ്ങനെ ദീപ്തി പറയുമ്പോൾ ജെകെ ആണെങ്കിൽ ദീപ്തിയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.